ലോകത്ത് മിനാരമുള്ള ആദ്യത്തെ പള്ളി നിലനിൽക്കുന്നത് സൗദിയിലെ ദോമയിലാണ്. നിർമ്മിച്ച കാലത്തെ അതേ രീതിയിൽ ഈ പള്ളി ഇന്നുമുണ്ട്. യെരൂസലേമിൽ നിന്നും മദീനയിലേക്ക് മടങ്ങും വഴി ഖലീഫ ഉമറാണ് ഈ പള്ളി നിർമ്മിക്കാൻ ഉത്തരവിട്ടത്. ഏറെ അപൂർവതകളുള്ള ആ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് മരുപ്പച്ചയിൽ. സൗദി അറേബ്യയിലെ അൽജോഫ് പ്രവിശ്യയിലാണ് 1000-ലേറെ വർഷം പഴക്കമുള്ള മസ്ജിദ് ഉമർ ബിനുൽ ഖത്താബ്. അത് നിലകൊള്ളുന്നത് ദോമയിലെ മാരിദ് കോട്ടയ്ക്ക് താഴെയാണ്. കോട്ടയ്ക്ക് താഴെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദോമ സൂക്കിനോട് ചേർന്നാണ് പള്ളിയും മിനാരവും. ഹിജ്റയ്ക്ക് ശേഷം 16-ാം വർഷത്തിലാണ് പള്ളിയുടെ നിർമ്മാണം. അതിന് ഉത്തരവിട്ടത് ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദിസ് സന്ദർശിച്ച് മടങ്ങുകയായിരുന്ന ഖലീഫ ഉമറാണ്. അങ്ങനെയാണ് പള്ളിക്ക് ആ പേര് വീഴുന്നതും. വിശ്വാസികളും ഗവേഷകരും ഏറെ എത്തുന്ന ഇടം കൂടിയാണ് ഈ പള്ളി. അതിന് ഏറെ കാരണങ്ങളുമുണ്ട്. ഖലീഫ ഉമർ ബിൻ ഖത്താബ് നിർമ്മിച്ച ഈ പള്ളിക്ക് 2 പ്രത്യേകതകളുണ്ട്. അതിൽ ഒന്നാമത്തേത് ഇസ്ലാമിൽ ആദ്യമായി മിനാരങ്ങളുള്ള പള്ളിയിൽ ഒന്നാണിത്. രണ്ടാമത്തേത് നിർമ്മിച്ച കാലത്തെ അതേ രൂപത്തിൽ തന്നെ ഈ പള്ളി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പള്ളിയുടെ ചുമരും അകവും മുറ്റവും തൂണുകളും എല്ലാം നിർമ്മിച്ചത് കരിങ്കല്ലുകൾ അടുക്കി വെച്ചാണ്. 3 ഭാഗമുണ്ട് പള്ളിക്ക്. ഒന്ന് മിഹ്റാബും മിമ്പറും ഉൾപ്പെടുന്ന പ്രധാന ഭാഗം. ഇവിടെയാണ് ചൂടുകാലത്തടക്കം നമസ്കരിക്കുക. രണ്ടാമത്തേത് നെടുമുറ്റം. മൂന്നാമത്തേത് നെടുമുറ്റത്തിന് പിറകിലായി വാതിൽ മാത്രമുള്ള നീണ്ട ഹാൾ. തണുപ്പുകാലമായാൽ ഈ ഭാഗമാണ് നമസ്കാരത്തിന് ഉപയോഗിക്കുക. പള്ളിയുടെ പ്രധാന ഭാഗങ്ങളെല്ലാം തന്നെ നിർമ്മാണ രീതി കൊണ്ടും വ്യത്യസ്തം. ഇവിടെ നമ്മൾ കാണുന്നത് ഈ പള്ളിയുടെ മിമ്പർ, അതായത് പള്ളിയിലെ ഇമാമ് ഒക്കെ നിന്ന് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ നോക്കിയാൽ അറിയാം അതിന്റെ നിർമ്മാണ രീതി. ഈ കരിങ്കല്ലുകൾ അടുക്കി വെക്കുന്ന സമയത്ത് തന്നെ ഉള്ളിലോട്ട് തള്ളി തന്നെയാണ് ഇവിടെ നിൽക്കുവാനുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. മദീനയിലെ പ്രവാചകന്റെ പള്ളിക്ക് സമാനമായി ചതുരത്തിലാണ് ഈ പള്ളിയുടെ നിർമ്മാണവും. 32 മീറ്റർ നീളം, 18 മീറ്റർ വീതി. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് ഈ പള്ളിക്കകത്ത് എന്നുള്ളതാണ്. കാരണം വലിയ വീതിയിലാണ് കരിങ്കല്ലുകൾ അടുക്കി വെച്ച് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നും പഴമയോടെ നിർത്തിയിട്ടുള്ള ഈ പള്ളിക്കകത്ത് ഉപയോഗിക്കുന്നത് റാന്തൽ വിളക്കുകളാണ്. പള്ളിയുടെ ചുമരിലെല്ലാം നിർമ്മിച്ചപ്പോൾ തന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ സൂക്ഷിക്കാനുള്ള ഇടവുമുണ്ടാക്കിയിരുന്നു. നമ്മൾ ഈ കാണുന്നത് പള്ളിയുടെ മേൽക്കൂരയാണ്. അത് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ്. അതായത് പള്ളിയുടെ മുകൾ ഭാഗത്ത് വിലങ്ങനെ മരക്കമ്പുകൾ വെക്കുന്നു. അതിന് മുകളിലായിട്ട് പനയോല കൊണ്ട് നന്നായി മേഞ്ഞിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കരിങ്കല്ലുകൾ വിലങ്ങനെ വെച്ചിട്ട് വെള്ളം താഴേക്ക് വരാതിരിക്കാൻ രീതിയിൽ കല്ലുകൾ വിലങ്ങനെ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള രീതിയിലാണ് പള്ളിയുടെ മേൽക്കൂര അവര് നിർമ്മിച്ചിട്ടുള്ളത്. കരിങ്കല്ലുകൾ അടുക്കി വെച്ച് നിർമ്മിച്ച മിനാരമാണ് പള്ളിയുടെ ആകർഷണം. ദോമയുടെ ചിഹ്നം കൂടിയാണിത്. നീളം 12.7 മീറ്റർ. മിനാരത്തിന് അകത്തുകൂടി ആർക്കും മുകളിലേക്ക് കയറാം. കുത്തനെ തിരിച്ചിറങ്ങും നേരം ആരുടെയും ഉള്ളൊന്നുലയും.
കാലക്രമേണ പള്ളിയുടെ ചില ഭാഗങ്ങൾ തകർന്നിരുന്നു. അവ പുനർനിർമ്മിച്ചപ്പോഴും പഴമ നിലനിർത്തി. ലോകത്തെ മിനാരമുള്ള ആദ്യ പള്ളികളുടെ കൂട്ടത്തിൽ മുൻനിരയിലുണ്ട് ദോമയിലെ ചരിത്രമുറങ്ങുന്ന കോട്ടക്കരികിലെ മസ്ജിദ് ഉമർ ഇബ്നുൽ ഖത്താബ്. ഖലീഫമാരുടെ കാലത്ത് നിർമ്മിച്ച ഒരുപാട് പള്ളികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നിർമ്മിച്ച കാലത്തെ അതേ രൂപത്തിൽ നിലനിൽക്കുന്ന ഏക പള്ളി കൂടിയായിരിക്കും ദോമയിലെ മസ്ജിദ് ഉമർ. ആർക്കും ഇവിടെ വന്ന് ഈ മനോഹരമായിട്ടുള്ള കാഴ്ചയും ഒപ്പം തന്നെ നിർമ്മാണ രീതിയും പരിചയപ്പെടുകയും ചെയ്യാം. ദോമയിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1.